നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 17/6/2025 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫോർ വിളിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 99/2025 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ. വിളിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസിലേക്കാണ് തസ്തിക വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 37,400 രൂപ മുതൽ 79,000 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 9 വേക്കൻസികളാണ്. നോട്ടിഫിക്കേഷൻ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 44 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1981 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ, അതിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ SSLC പാസ്സായിരിക്കുകയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത്, രണ്ടാമത് ക്വാളിഫിക്കേഷനിൽ 3 ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. അതിൽ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ITI ട്രേഡ് പാസ്സായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ITI ട്രേഡ് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം അടുത്ത ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതും ഏതാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് പാസ്സായതിന് ശേഷം നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്ഷനും ഇല്ലാത്ത പക്ഷം അടുത്ത ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്ലോമ, അതിൽ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ചിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക്കിൽ പഠിച്ചിരിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇനി ഇതിൽ പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ പ്രീവിയസ് ഇയറിൽ ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായി ഈ തസ്തികയ്ക്ക് വിളിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിൽ ആദ്യമായി വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ, അതിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരോ അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരോ അതും അല്ലെങ്കിൽ BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് പാസ്സായിട്ടുള്ളവരോ BTech ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി പാസ്സായിട്ടുള്ളവരോ അതും അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരോ അതും അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് പാസ്സായിട്ടുള്ളവരോ അതും അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് നെറ്റ്വർക്ക് ടെക്നോളജി പാസ്സായിട്ടുള്ളവരോ അതും അല്ലെങ്കിൽ MTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരോ ഈ പറയുന്ന 8 ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ പാസ്സായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/7/2025. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. ഇതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.